കേരള അസംബ്ലി ഇലക്ഷൻ 2026. രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ടത്. വീഡിയോ 7. തെറ്റിപ്പോയ ജ്യോത്സ്യ പ്രവചനങ്ങൾക്കു നഷ്ടപരിഹാരം. രാഷ്ട്രീയ തസ്തികകൾ വഹിക്കുന്നവരുടെയും ഉദ്യോഗസ്ഥരുടെയും വരവിൽ കവിഞ്ഞ സ്വത്ത് വസൂലാക്കൽ. വ്യവസായ വ്യാപാര സ്ഥാപനങ്ങൾ എളുപ്പത്തിൽ ആരംഭിക്കാൻ സംവിധാനം. ലൈൻ പൊട്ടിയാൽ വൈദ്യുതി നിൽക്കുന്ന സംവിധാനം. 1 മുതൽ 6 വരെയുള്ള ഭാഗങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. 7ാം ഭാഗം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 17 വീഡിയോകൾ കൂടി പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. 57 പ്രവചനങ്ങൾ നടത്തുന്ന ജ്യോത്സ്യന്മാർ ഉൾപ്പെടെ ഉള്ളവർ ആ പ്രവചനങ്ങൾ രേഖപ്പെടുത്തി രജിസ്റ്റർ ചെയ്യുന്നതിനും തെറ്റിയ പ്രവചനങ്ങൾക്കു ആ പ്രവചനങ്ങൾ നിമിത്തം കക്ഷിക്ക് ലഭിക്കുമായിരുന്ന സാമ്പത്തിക നേട്ടം നഷ്ടപരിഹാരമായി 1 മാസത്തിനുള്ളിൽ ഈടാക്കുന്നതിന് നിയമം ഉണ്ടാക്കുക. 58 രാഷ്ട്രീയ സ്ഥാനങ്ങൾ വഹിക്കുന്നവരുടെയും വഹിച്ചവരുടെയും പേഴ്സണൽ സ്റ്റാഫ് മുതലായ രാഷ്ട്രീയ തസ്തികകൾ വഹിച്ചവരുടെയും ഉദ്യോഗസ്ഥരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ബന്ധുക്കളുടെയും സ്വത്ത് വരവിൽ കവിഞ്ഞതാണോ എന്ന് പരിശോധിച്ച് കൂടുതൽ വ്യാപാര സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ അപേക്ഷിക്കാനുള്ള പോർട്ടൽ, അതിനാവശ്യമായ അനുമതികൾ ലഭിക്കാനുള്ള സംവിധാനം ജില്ല, താലൂക്ക്, വില്ലേജ് അടിസ്ഥാനത്തിൽ ഏർപ്പെടുത്തി ഓരോ മാസവും തുടങ്ങിയ സ്ഥാപനങ്ങൾ, ഉണ്ടാക്കിയ തസ്തികകൾ എന്നിവ പ്രസിദ്ധീകരിക്കുകയും തുടർ മാസങ്ങളിൽ ഉണ്ടായ വ്യത്യാസങ്ങൾ പ്രസിദ്ധീകരിക്കാൻ സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്യുക. 60 സമാനമായ സംവിധാനം കൃഷി വകുപ്പിലും ഏർപ്പെടുത്തുക. 61 കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഓരോ വർഷവും ഏതൊക്കെ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് നിർത്തലാക്കി, നഷ്ടപ്പെട്ട തസ്തികകളുടെ വിവരം, ഇപ്പോൾ നിലവിലുള്ള തസ്തികകൾ, സ്വകാര്യ മേഖലയ്ക്ക് നൽകിയ ആസ്തി, നൽകിയ സമ്പത്ത്, അത് ചെലവാക്കിയ രീതി എന്നിവ പ്രസിദ്ധപ്പെടുത്തും. 62 ലൈൻ പൊട്ടിയാൽ വൈദ്യുതി നിൽക്കുന്ന സംവിധാനം കൊണ്ടുവരും. 63 ഫിലിമുകൾ സെൻസർ ചെയ്യുന്നതിനായി ക്ഷണിക്കപ്പെട്ട വിദഗ്ധരും സാധാരണ ജനങ്ങളും അടങ്ങിയ കമ്മിറ്റി രൂപീകരിച്ചു. 80% അംഗങ്ങൾ അംഗീകരിച്ച ഭാഗങ്ങൾ പ്രദർശിപ്പിക്കാൻ അനുവദിക്കുകയും കമ്മിറ്റിയിൽ തങ്ങളുടെ അഭിപ്രായം പറയുവാൻ ഫിലിം നിർമ്മിച്ചവർക്ക് റോഡുകൾ എന്നിവയ്ക്കായി കുടിയൊഴിപ്പിക്കേണ്ടി വരുന്ന ജനങ്ങൾക്ക് അവരുടെ വസ്തുവകയ്ക്ക് തത്തുല്യമായ വസ്തുവകയും സ്ഥലവും കൃഷിസ്ഥലവും ഉണ്ടാക്കി കൊടുക്കുക. അവരുടെ നിലവിലുള്ള ജീവസന്ധാരണ മാർഗം തുടരാൻ സൗകര്യമൊരുക്കുക. മിനിമം നിലവാരം ഉള്ള വീട്, തൊഴിൽ മാർഗം എന്നിവ ഇല്ലാത്തവർക്ക് അവ ഉണ്ടാക്കി കൊടുക്കുക. പദ്ധതിയിൽ നിന്നും ലഭിക്കുന്ന ഉൽപ്പന്നം ഇവർക്കും ലഭ്യമാക്കുക. ഈ കാര്യങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തികം കണക്കാക്കി കുടിയൊഴിപ്പിക്കുന്നവരുടെ യോഗത്തിൽ അംഗീകാരം വാങ്ങി പദ്ധതി നടപ്പിലാക്കുകയും പദ്ധതി പണി തുടങ്ങുന്നതിന് മുൻപ് മേൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കിയിരിക്കും എന്ന് ഉറപ്പു നൽകുകയും ചെയ്യുക. ഇവക്ക് ആവശ്യമായ സാമ്പത്തികം പ്രോജക്ട് ഫണ്ടിൽ ഉൾപ്പെടുത്തുക. 65 മതപരമായ ലഹളകൾ ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ വ്യത്യസ്ത മതവിഭാഗങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി ആ ജനങ്ങളുടേതായ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ആ സ്ഥലത്തെ ഭരണനിർവഹണവും പോലീസിംഗും ഈ കമ്മിറ്റിയുടെ കീഴിൽ ആക്കുക. ഈ സ്ഥലത്തിനുള്ള എല്ലാവിധ ധനസഹായങ്ങളും ഈ കമ്മിറ്റി മുഖാന്തരം നൽകുക. ഓരോ വർഷവും ലഹള ഉണ്ടാകാതിരുന്നാൽ അധിക സാമ്പത്തികം നൽകുക. മുന്നോക്ക വിഭാഗങ്ങൾ താമസിക്കുന്ന സ്ഥലം അടുത്തുണ്ടെങ്കിൽ അതും ഈ കമ്മിറ്റിയുടെ പാതകളിൽ കൊള്ളിവയ്പു എന്നിവ പാടില്ല. പറയുന്ന ഭാഗങ്ങൾ എല്ലായിടത്തും പ്രദർശിപ്പിക്കുക. മാധ്യമങ്ങളിൽ കൂടി പ്രസിദ്ധപ്പെടുത്തുക.